ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇതൊരു ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആണ്. ഇത് പ്രാക്ടിക്കലായിട്ട് ഒരിടത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ട. അതിന് പകരം ഒരു സ്കൂളിലെ കോളേജിലെ സയൻസ് ഫെയർ എക്സിബിഷന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഒരു ഫയർ അലാറമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഫയർ സെൻസിങ്ങിന് വേണ്ടി തെർമിസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ്സോ ഒന്നും യൂസ് ചെയ്യില്ല. തെർമിസ്റ്റേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്, PTCയും NTCയും. NTC എന്ന് വെച്ചാൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും PTC എന്ന് വെച്ചാൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ്. അങ്ങനത്തെ സെൻസേഴ്സുകളൊന്നും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള 1N4N48 എന്ന് പറയുന്ന ഒരു സിഗ്നൽ ഡയോഡാണ് ഫയർ സെൻസിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയർ അലാറത്തിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഇടാം, യൂസിങ് ഫോട്ടോ ഡയോഡ്. അപ്പം ഫ്ലെയിമൊക്കെ സെൻസ് ചെയ്യാൻ പറ്റും. നല്ല സെൻസിറ്റിവിറ്റി ഉള്ള ഒരു സാധനമാണ്, വളരെ എഫക്റ്റീവാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നുമല്ല. പിന്നെ നിങ്ങളുടെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ഫാനും ഉണ്ട് കേട്ടോ, അതും ഞാൻ ഉടൻ തന്നെ ഇടാം. ടെമ്പറേച്ചർ കൺട്രോൾഡ് ഫാൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇലക്ട്രോണിക് സാധനങ്ങളുടെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ ഇപ്പം ഹീറ്റ് സിങ്ക് അതൊക്കെ ചൂടാകുമ്പം ഫാൻ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതില്ല. അങ്ങനത്തെ വീഡിയോയും കൂടെ ഞാനിടാം. കാരണം അത് ഞാൻ എൻ്റെ ആംപ്ലിഫയറിലെല്ലാം പണ്ട് ഞാൻ അസംബിൾ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ ഉടൻ തന്നെ ഇടാം. അപ്പോൾ അതാകുമ്പോൾ നിങ്ങളുടെ എവിടെയെങ്കിലും ചൂട് കൂടുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ ഓൺ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചൂട് കുറയുന്നതനുസരിച്ച് ഫാനിൻ്റെ സ്പീഡ് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രണ്ട് ടൈപ്പിലുള്ള വീഡിയോ ഞാൻ ഇടാം. ഒന്ന് ചൂട് കൂടുന്നതനുസരിച്ച് ഓൺ ആവും, പിന്നെ ഓഫ് ആവും. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ചൂട് കൂടുന്നതനുസരിച്ച് ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല ചൂടാകുമ്പോൾ നല്ല സ്പീഡിൽ കറങ്ങും. അത് കഴിഞ്ഞിട്ട് സ്പീഡ് കുറയുന്നതനുസരിച്ച് ഫാനിൻ്റെ സ്പീഡ് കുറഞ്ഞ് വരും. നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ സാധനമാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇടാം. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവും, ഇതിനകത്തൊന്നുമില്ല. ആകെ ഒരു BC547 ട്രാൻസിസ്റ്റർ, ഒരു LED, പിന്നെ ഒരു 1K റെസിസ്റ്റർ, പിന്നെ 1N4N48 എന്ന് പറഞ്ഞ സിഗ്നൽ ഡയോഡ്, പിന്നെ ഒരു 9V ബാറ്ററി ഇതിനെ പവർ ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ. ഹീറ്റ് അലാറം കാണിക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് വെച്ച് വേറൊരു ടെക്നിക്ക് കൂടെ കാണിച്ചുതരാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടച്ച് സ്വിച്ചും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. പിന്നെ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഒരു കൈ പോസിറ്റീവിലും ടച്ച് പിടിക്കണം, മറ്റേ കൈ കൊണ്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലും തൊടണം. അതിനുവേണ്ടി ഈ 4N48 ഡയോഡ് വേണ്ട കേട്ടോ, അതില്ലെങ്കിലും ഇത് ടച്ച് സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് പോസിറ്റീവിൽ ടച്ച് ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ബേസിൽ നമ്മൾ മറ്റേ കൈ കൊണ്ട് തൊടണം. അപ്പം അതുവഴി ഒരു എനർജി, പോസിറ്റീവ് എനർജി വന്നിട്ടാണ് ആ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബേസായി ഇത് കത്തുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ടെക്നിക്ക്. പിന്നെ എക്സിബിഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ മാജിക്കായിട്ട് കാണിക്കാം ഈ ഒരു സർക്യൂട്ട്. പിന്നെ പോസിറ്റീവിൽ ടച്ച് ചെയ്തില്ലെങ്കിൽ ബ്രൈറ്റ്നസ് കുറഞ്ഞായിരിക്കും അത് കത്തുന്നത്. കാരണം നമ്മുടെ ബോഡിയിലുള്ള സ്റ്റാറ്റിക് എനർജി യൂസ് ചെയ്താണ് അപ്പോൾ ആ സമയത്ത് അത് ആ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നത്. നമുക്കിനി ഇതിൻ്റെ ഹീറ്റ് സെൻസിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. എൻ്റെ സോൾഡറിങ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ അതിനെ എടുത്ത് ഡയോഡിൻ്റെ മോളിൽ കൊണ്ട് വയ്ക്കുമ്പം കണ്ട LED ചെറുതായിട്ട് മങ്ങി കത്തിയിട്ട് നല്ല ബ്രൈറ്റായിട്ട് കത്തുന്നുണ്ട. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡയോഡ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു PN ജംഗ്ഷൻ കൊണ്ടാണ്. ഒരു P ടൈപ്പ് മെറ്റീരിയൽ ഒരു N ടൈപ്പ് മെറ്റീരിയൽ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡയോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ജംഗ്ഷൻ ഉണ്ട്, രണ്ടും കൂടെ ചേർന്ന ഭാഗം. അപ്പോൾ അതിൻ്റെ ജംഗ്ഷൻ ബാരിയർ, എന്നാണ് പറഞ്ഞത്, അത് ജംഗ്ഷൻ ബാരിയർ അത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ബ്രേക്ക് ആവുന്നതാണ് ഇതിന് കാരണം. ഇതിൻ്റെ വർക്കിംഗ് ഇതിന് മുമ്പും നമ്മൾ കാണുന്നുണ്ട്, കാരണം സ്ഥിരമായിട്ട്. കാരണം വെച്ചാൽ സെനാർ ഡയോഡിൽ സെയിം ഫംഗ്ഷനാണ് വർക്ക് ചെയ്യുന്നത്. അത് സെനാർ ഡയോഡിൽ കറണ്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ജംഗ്ഷൻ ബ്രേക്ക് ആവും. അപ്പോൾ സെയിം ഫംഗ്ഷനാലിറ്റി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ചൂട് കൂടുന്നതനുസരിച്ച് ആ ജംഗ്ഷൻ ബ്രേക്ക് ആയിട്ട് അതുവഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. 1N4N48 തന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഏത് ഡയോഡ് യൂസ് ചെയ്താലും ഇതുപോലെ വർക്ക് ചെയ്യും. 1N4007 യൂസ് ചെയ്താലും ഇതുപോലെ വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.